വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വീണ നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം ആറ്റുകാലിൽ ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ വികൃതമാക്കുന്ന CCTV ഫുട്ടേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ രാത്രിയാണ് ഞായറാഴ്ച രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ആ വേഷധാരികളായ വിദ്യാർത്ഥികളെ കാണുമ്പോൾ മതപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം ഈ വേഷധാരികളായി എത്തിയതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഭാരതാംബയുടെ ഫോട്ടോയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ആണ് വികൃതമാക്കിയത് എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആറ്റുകാൽ പരുത്തിക്കുഴി അമ്മച്ചിമുക്കിലാണ് ഈ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നത്. ഈ അമ്മച്ചിമുക്കിൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സിന്റെ അത് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് സമാനമായ രീതിയിൽ ഈ ഫ്ലെക്സ് വികൃതമാക്കാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ശ്രമം ഈ തരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വേഷധാരികളായ ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള വേഷധാരികളായ വിദ്യാർത്ഥികളാണ് ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് നശിപ്പിക്കുന്നത്, അത്തരത്തിൽ വികൃതമാക്കുന്നത്. അവർ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തി ഉപയോഗിച്ച് പരിസരമെല്ലാം നിരീക്ഷണത്തിന് ശേഷം അത് കുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതാംബയുടെ മുഖത്ത് കുത്തിക്കൊണ്ട് അതിനെ വലിച്ചു കീറാൻ അല്ലെങ്കിൽ അതിനെ വികൃതമാക്കാനുള്ള ശ്രമം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഇവർ ധരിച്ചിരിക്കുന്ന വേഷമാണ് പ്രധാനം. ആ വേഷത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള വേഷധാരികളായി എത്തിയതാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്രത്തിൽ നിന്ന് എത്തിയതാണോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു സൂചനകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഭാരതാംബയുടെ ആ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് നശിപ്പിക്കണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എത്തിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് വികൃതമാക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നേരത്തെ തന്നെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് കൃത്യമായി ഒരു കത്തി ഉപയോഗിച്ചിരിക്കുന്നു. ആ കത്തി കൊണ്ട് കൃത്യമായി ഫ്ലെക്സിന്റെ ഭാരതാംബയുടെ മുഖം കാണുന്ന ഫ്ലെക്സിന്റെ ഭാഗം കൃത്യമായി തന്നെ കുത്തിക്കീറുന്നു. ആ പരീക്ഷ അവർ വരുന്ന സമയത്ത് ആദ്യം ഒരാളെത്തുന്നു, അതിനുശേഷം ഒരാളും കൂടി എത്തുന്നു, അതിനുശേഷം മൂന്നാമതൊരാളെത്തുന്നു. അവർ കൃത്യമായി തന്നെ വേറെ വാഹനങ്ങൾ ആ പരിസരത്ത് വരുന്നുണ്ടോ എന്ന നിരീക്ഷണം നടത്തുന്നു. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന കൃത്യമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഭാരതാംബയുടെ ഫ്ലെക്സിലേക്ക് ഫ്ലെക്സ് വികൃതമാക്കാനായി ഭാരതാംബയുടെ മുഖത്തേക്ക് കുത്തുന്നത്. കുത്തിക്കീറിയതിനു ശേഷം ഉടനെ തന്നെ അവർ നടന്നു പോകുന്ന കാഴ്ചയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത് കീറാൻ ഉപയോഗിച്ച ആ ഒരു കത്തി അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള പറമ്പിലേക്ക് വീണ്ടും രണ്ടാമത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പറമ്പിലേക്ക് ഇവർ അത് എടുത്തെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ പ്ലാനോടുകൂടി ഒരു പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ പൂന്തുറ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ അന്വേഷണം പൂന്തുറ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ എന്താണ് പോലീസിന് പ്രാഥമികമായി ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് പ്രാഥമികമായി? കാരണം ഈ ഒരു വിഷയം അവർ CCTV എന്തായാലും കൂടുതലായി അവരുടേതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തിനുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ടാവുക? എന്താണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായി പറയുന്നുണ്ട്.
പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. മതവിദ്വേഷം വളർത്താൻ അല്ലെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഫ്ലെക്സ് നശിപ്പിച്ചിരിക്കുന്നത്. കാരണം ജനകോടികൾ പ്രധാനമായും ഭാരതാംബയെ സ്വന്തം മാതാവായി കാണുന്ന ഒരു സംസ്കാരമാണ് രാജ്യത്തുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലുള്ളത്, ഭാരതം ഉടനീളമുള്ളത്. ആ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു വിദ്വേഷപരമായ പ്രവർത്തനം തന്നെയാണ് ഈ 3 പേരും നടത്തിയത് എന്നാണ് പോലീസ് എഫ്ഐആറിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേസ് ചാർജ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലാണ്. വിദ്വേഷം വളർത്താനുള്ള ശ്രമം, വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു. അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആറിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസിന് നിലവിൽ ഇത് എവിടെയുള്ള വിദ്യാർത്ഥികളാണ്, എവിടെ നിന്ന് എത്തിയവരാണ്, എന്തുകൊണ്ടാണ് ഈ വേഷം ധരിച്ചെത്തിയത് എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. കാര്യം, ഒരു മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന വലിയ കുറ്റം അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള വലിയ കുറ്റം ഉണ്ടാകുന്നു. ആ വലിയ കുറ്റം നടത്തിയിട്ട് പോലും ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസ് നടത്തുന്നത്. എഫ്ഐആറിൽ പൂന്തറ പോലീസ് കേസ് കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ എത്തിയത് എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുമ്പോഴും മതവിദ്വേഷം വളർത്താനുള്ള കൃത്യമായ പദ്ധതി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സംഭവിച്ച വിഷയം, അതിനുശേഷം ഈ ദൃശ്യങ്ങളിൽ പോലും ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് വികൃതമാക്കുന്നു, ഭാരതാംബയുടെ മുഖം കുത്തിക്കീർത്തി വികൃതമാക്കാനുള്ള ശ്രമത്തെ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ആരാണ് വന്നത്, എത്ര പേർ ഉണ്ടായിരുന്നു, അവരുടെ മുഖം തന്നെ കൃത്യമായി പോലീസിനെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി ലക്ഷ്യത്തോടു കൂടി ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കുക, മതവിദ്വേഷം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ 3 പേരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ വേഷം ധരിച്ചെത്തിയവർക്ക് പിന്നിൽ എന്താണ് ലക്ഷ്യം, ഇവർ എവിടെ നിന്ന് വന്നവരാണ് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന്റെ പക്കലുണ്ട്. പക്ഷെ അത് പോലീസ് ഇതുവരെയും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. വിനീഷ്, നമ്മളൊരു കേസ് പോലീസ് അന്വേഷിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് തോന്നുന്ന പലവിധ സംശയങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ ശശികല ടീച്ചറോട് ചോദിച്ചത്. ഈ കത്തിയുമായി നടക്കില്ലല്ലോ സാധാരണ കുട്ടികൾ. അപ്പോൾ ഇത് ആസൂത്രിതമാണോ എന്നുള്ളത് ഒരു വശത്ത്. മറ്റൊന്ന്, അങ്ങനെ ആസൂത്രിതമാണ് എങ്കിൽ ഈ മതപഠന വിദ്യാർത്ഥികളുടെ വേഷത്തിൽ തന്നെ അവരെന്തിനു വന്നു എന്ന ചോദ്യം. അപ്പോൾ ഒരു കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തകർക്കുക എന്ന ഉദ്ദേശം കൂടി ആരൊക്കെയോ ലക്ഷ്യമാക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ പ്രേക്ഷകരും ആ സംശയം തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെയും നടക്കാനുള്ള സാധ്യത സത്യത്തിലുണ്ട്. ഒരു വലിയ വിഷയത്തിലേക്കോ ഒരു വലിയ അക്രമ സംഭവത്തിലേക്കോ ഒന്നും പോകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ആ കുട്ടികൾക്ക് തെറ്റിയിട്ടുണ്ട് എങ്കിൽ അവരെ തിരുത്തണം എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിനൊപ്പം തന്നെ അതിന് പിന്നാലെ വരുന്ന കുട്ടികളെല്ലാം തന്നെ തിരുത്തപ്പെടണം, ഈ രീതിയിലേക്ക് പോകാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഈ കേസ് അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ ഇത്തരം വഴികളിലേക്ക് കൂടി പോലീസ് അന്വേഷണം നീങ്ങുമോ? തീർച്ചയായിട്ടും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിദ്യാർത്ഥികൾ എത്തുന്ന സമയത്ത് വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഷധാരികളായി എത്തുന്നവരാണോ എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കയ്യിലില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ രൂപവും അവരുടെ ഭാവവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ ഒരു വിദ്യാർത്ഥിയാണ്. അത് ഏത് സെന്ററിൽ നിന്നാണ് അവർ വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. പക്ഷേ അവരുടെ വേഷം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആ വേഷമാണ് അവരുടെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിന് പിന്നിലെ ചേതോ വികാരം അതിന് പിന്നിലുള്ള അവരുടെ ഒരു വികാരം എന്താണ് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. ഒപ്പം നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിദ്യാർത്ഥികൾ എത്തുന്ന സമയത്ത് അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു, കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. 3 പേർ 3 ഭാഗത്തായി, ഒരാൾ റോഡിന്റെ ഇരുവശത്തും മറ്റൊരാൾ റോഡിന്റെ മറുവശത്തും നിൽക്കുന്നു. കൃത്യമായി മറ്റു വാഹനങ്ങൾ വരുന്നില്ല, മറ്റാരും വരുന്നില്ല എന്ന കൃത്യമായ സന്ദേശം ഈ ഭാരതാംബയുടെ മുഖം വികൃതിയാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വികൃതമാക്കാൻ ശ്രമിക്കുന്ന
ആ ഒരു ആൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഉടനെ തന്നെ സഡൻലി ആ കയ്യിലിരിക്കുന്ന കത്തിയെടുത്ത് ഭാരതാംബയുടെ മുഖത്തേക്ക് കുത്തുന്നു. ആ ഒരു ഫോട്ടോ വികൃതമാക്കുന്നു. തുടർന്ന് അവർ തുടർന്ന് സാധാരണ ഒരു സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു തുടർ പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തുണ്ടായി. ഈ ഒരു പ്രവണത കാണിച്ചതിന് ശേഷം അവർ ഉപയോഗിച്ച ആ കത്തി തൊട്ടടുത്ത സമീപ പ്രദേശത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ തൊണ്ടി മുതലിനെ പോലും നശിപ്പിക്കാനുള്ള ഒരു പ്രവണത, അത്തരത്തിൽ ഒരു മാനസികാവസ്ഥ വിദ്യാർത്ഥികളുടെ മേൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എങ്ങനെയാണ് ഇതിനെ മറച്ചു വെക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കേണ്ടത്. ആ തൊണ്ടി മുതൽ തങ്ങളുടെ കയ്യിലിരുന്നാൽ അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് പിടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീറിയ കത്തി നേരെ അടുത്ത പറമ്പിലേക്ക് എറിയുന്നു. അതും കൃത്യമായി പ്ലാൻ ചെയ്യുന്ന തരത്തിൽ നടത്തുന്നു. അപ്പോൾ എറിയുന്നതല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശത്തെ പറമ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് മതിലുണ്ട്. ആ മതിലിന്റെ മുകളിലേക്ക് എത്തി അത് പുറത്തേക്ക് കളയുകയാണ്. അപ്പോൾ ഇവര് ഇനി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് പെട്രോളിംഗ് നടന്നാൽ പോലും തങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്നതാണ് എന്ന് പോലീസിനെ കൃത്യമായി ധരിപ്പിക്കാൻ കഴിയും. പോലീസ് ഏതെങ്കിലും അവരുടെ പരിശോധന നടത്തിയാൽ പോലും ധരിപ്പിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനിങ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയത്? അതെ, തീർച്ചയായും വിനീഷ്, നമുക്ക് അതിലേക്ക് തന്നെ വരാം. കാരണം ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തൊക്കെയാണ് എന്നുള്ളതാണ്.